ഐശ്വര്യ, നമ്മുടെ ഉമാ തോമസ് MLA ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു. ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ദൈവമേ, പാവം, നല്ലൊരു സ്ത്രീ, നമ്മുടെ നല്ലൊരു MLA ആണ്, സാമാജികയാണ്. അപ്പോൾ അതിൽ ദിവ്യ ഉണ്ണി ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ കേസിൽ കുരുങ്ങുകയോ? ദിവ്യ ഉണ്ണിയാണ് ആ ഡാൻസ് പ്രോഗ്രാമിൻ്റെ എല്ലാം വലിയ അമരക്കാരി, അവരാണ്. എന്തൊക്കെയാണ് എൻ്റെ വിവരങ്ങൾ? എനിക്ക് ഒന്ന് പറയാം. തോമസിനെ പോലെ ഒരു MLAക്ക് അപകടം പറ്റിയത് കൊണ്ടാണോ ചിലപ്പോൾ ഈ സംഭവം വളരെ ഉണ്ടായത് എന്നുള്ളത് വാർത്തയ്ക്ക് പ്രാധാന്യം ആണ്. വാർത്തയ്ക്ക് പ്രാധാന്യം ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണെങ്കിൽ പോലും അക്കൂട്ടത്തിൽ നിന്ന് ഇതിനു മുമ്പ് തന്നെ പരാതിക്കാരൻ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീഴ്ച സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഇതുമായിട്ട് സംബന്ധിച്ച കള്ളക്കളികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാലാരിവട്ടം സ്റ്റേഷനിൽ അദ്ദേഹം ഒരു പരാതി പോയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അദ്ദേഹം തന്നെ പറയുന്നു, ദിവ്യ ഉണ്ണീനെ വിളിച്ച് അറിയിച്ചിട്ട് പോലും അവര് പോലും മോശമായിട്ടാണ് ബിഹേവ് ചെയ്തത്, പ്രതികരിച്ചത് മോശമായിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ദിവ്യ ഉണ്ണിക്കും അതിൽ പങ്കുണ്ടോ എന്നുള്ള തരത്തിലും കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ഒരു സ്റ്റാറ്റസ്, ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്താന്ന് വെച്ചാൽ, നാളെ ദിവ്യ ഉണ്ണീനെ ചോദ്യം ചെയ്യും. എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണറുടെ മുന്നിൽ കുട്ടികളുടെ രക്ഷിതാക്കൾ പരാതി കൊടുത്തിട്ടുണ്ട്, കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പരാതിയുടെ അടിസ്ഥാനത്തിൽ നാളെ ചോദ്യം ചെയ്യൽ നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെയോ ഇന്ന് ഈവനിങ്, ഇന്നാണോ നാളെയാണോ അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നാളെയാണെന്നാണ് കിട്ടിയൊരു വിവരം. അപ്പോ ചോദ്യം ചെയ്യൽ നടക്കും. കല്യാൺ സിൽക്സിന്റെയും ചോദ്യം ചെയ്യൽ. സിജോയാണ് എന്റെ നടൻ, സിജോയ് വർഗീസ് ആണ് അതിന്റെ സംഘാടകൻ, ബ്രാൻഡ് അംബാസഡർ ഒക്കെ അയാളായിരുന്നു പറയുന്നു. അപ്പൊ അയാൾക്ക് പ്രതിഫലം കിട്ടിയോ എന്ന് പരിശോധിക്കണം. അതെ, ഇതിന്റെ പിന്നിൽ നടന്നിരിക്കുന്നത് കല്യാൺ സിൽക്സിന്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് വെച്ചിട്ട് അവർ പറയുന്നത് അവരറിഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു പറ്റിക്കല് നടന്നു എന്ന് അഡ്മിറ്റ് ചെയ്യുന്നതാണ് അവരാണല്ലോ സാരി കൊടുത്തത് അവരാണ്. അപ്പൊ സാരി കൊടുത്തത് ക്യാഷ് വാങ്ങിയാണ് സാരി കൊടുത്തത് എന്നുള്ളത് അവരറിഞ്ഞിട്ടില്ല എന്നാണ് അവരുടെ മൊഴി. അപ്പൊ അങ്ങനെ പറയുമ്പോ അവിടെ തരികിട നടന്നു, തിരിമറി നടന്നു എന്ന് അവർ അഡ്മിറ്റ് ചെയ്യുകയാണ്. ശരിക്കും കല്യാൺ സിൽക്സ് ഇപ്പൊ സമ്മതിച്ചു കഴിഞ്ഞു, അവിടെ ഫ്രോഡ് നടന്നു. ആ നടന്നത് പക്ഷെ അവരറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അതായത് അവര് കൈ കഴുകുന്നു, പക്ഷെ അവിടെ ഇത്തരത്തിലുള്ള ഈവന്റുകളിലെല്ലാം ഈ തട്ടിപ്പ് സ്ഥിരം തട്ടിപ്പുകൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ എത്ര കോടിയായിരിക്കും മറിഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് നിസ്സാരമായിട്ടൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇവിടെ പിന്നെ ആ ഒരു ഇവന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് പല പാകപ്പിഴകളും എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. ഫസ്റ്റ് പ്രത്യേകമായിട്ട് എടുത്ത് തോന്നുന്നത്, ഇത്രയും എമൗണ്ട് മുടക്കിയിട്ട് 8000 രൂപ വരെയൊക്കെ ഒരാളുടെ കയ്യിൽ നിന്ന് പിരിവ് വന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നോർമലി നമ്മളൊരു ഇപ്പോൾ ഒരു സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന കുട്ടികളാണെങ്കിൽ പോലും ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ ഒരു 1000 ഇങ്ങോട്ടാണ് കിട്ടാറ്. ഇത് അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് നമ്മൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു, അതും ടീച്ചർമാരങ്ങനെ നിർത്തിയിട്ട് കളിപ്പിക്കുന്നു. പിന്നെ ടിക്കറ്റ് ചാർജ് ഒക്കെ ഉണ്ടായിരുന്നു, 129 രൂപ എങ്ങോട്ടൊക്കെയായിരുന്നു ടിക്കറ്റ്. ഈ സാരി ഫ്രീ ആയിട്ട് സാരി കൊടുക്കുന്നു എന്നൊരു നമ്മുടെ ദിവ്യ ഉണ്ണി പറയുന്ന ഒരു സംഭവം കേട്ടു നമ്മൾ. ഇത്രയും പേർക്ക് നമ്മൾക്ക് മാത്രം കിട്ടുന്നതാണ്, വേറെ വാങ്ങിക്കാൻ കടയിൽ കിട്ടില്ല. ഈ 12,000 പേർക്കും അതൊക്കെ ഒരു കള്ളത്തരമല്ലേ? അതെ. അപ്പോ അത് നൂലഴിഞ്ഞു പോകുന്ന പ്രാക്ടീസ് സാരി എന്ന് പറയും. നമ്മള് ഈ ഡാൻസിന് കൊടുക്കുന്ന സാരീനെ പ്രാക്ടീസ് സാരി, ഈ വീതി കുറഞ്ഞിട്ട് കാലിന് താഴെ ഭാഗം വന്നിട്ട്, അപ്പൊ അത്തരം ഒരു പ്രാക്ടീസ് സാരി മാത്രമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഈ സംഭവത്തിന് വേണ്ടിയിട്ട് ഇവർ കൊടുക്കേണ്ടി വന്നത് സാരിക്ക് വേണ്ടി എന്ന പേരിൽ അല്ലെങ്കിൽ പോലും ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ ഇവർ ക്യാഷ് അങ്ങോട്ട് കൊടുക്കുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് മേക്കപ്പ്, അറിയാലോ ഒരു ക്ലാസിക്കൽ ഡാൻസിന് മേക്കപ്പ് എത്രത്തോളം വരും, മേക്കപ്പ് കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളുടെ താമസം, കൊച്ചി പോലൊരു സ്ഥലത്ത് വന്നിട്ട് അവർക്ക് താമസിക്കണമെങ്കിൽ താമസ സൗകര്യം, ഫുഡ്. കൊച്ചിയിൽ സത്യം പറഞ്ഞാൽ പട്ടിണി കിടക്കാമല്ലോ, പട്ടിണി കിടക്കണമെങ്കിൽ 1000 രൂപയെങ്കിലും വേണം. പട്ടിണി കിടക്കണമെങ്കിൽ 1000 രൂപ വേണം. അതിനെക്കുറിച്ച് പറയേണ്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് അവർ ഇത്രയും 12,000 പേര്. പിന്നെ ഇതില് വേറൊരു ഫേക്ക് എന്ന് വെച്ചാൽ, ഈ കൂട്ടത്തിൽ തന്നെ പരാതിയിൽ ആദ്യത്തെ ദിവസം പുറത്ത് വന്നൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. ഈ പരാതിക്കാരന്റെ ഒരു ഇതിൽ വന്നിട്ടുള്ള ഒരു ലേഡിയുടെ വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട്. അതിൽ അവര് പറയുന്നുണ്ട് ഇങ്ങനെ അവരെ ഇങ്ങനെ പറ്റിക്കുകയാണ് ചെയ്തത്, പക്ഷെ അന്നത്തെ ദിവസം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവര് പിന്മാറിയെന്ന്. അപ്പൊ 12,000 പേരില്ല അവിടെ. അല്ല, ശരിക്കും ഗിന്നസിനെ പറ്റിച്ചെന്നാണല്ലോ പറഞ്ഞത്. ഗിന്നസ് ബുക്കിലേക്ക് 12,000 പേരുടെ പരിപാടി എന്ന് പറയുമ്പോൾ ആ ഒരാൾ അപ്പൊ അവിടെ മാറിയിട്ടുണ്ട്. അപ്പൊ തന്നെ അവിടെ 12,000 ഒന്നും അവിടെ പോയി. അങ്ങനെ പലരുമായിട്ട് വന്നിട്ടുണ്ട്. അല്ല, ഗിന്നസ് റെക്കോർഡ്സിനെ പറ്റിച്ചു എന്നൊരു വാർത്തയും വരുന്നുണ്ട്. ഈ ഒരു നർത്തകരെ കുറച്ച് സമയം കൊണ്ടിട്ട് ബാക്കി പിന്നെ ഗിന്നസ് റെക്കോർഡ് പറ്റിച്ചു എന്ന് പറഞ്ഞ ഒരു, ആസ് എ ക്ലാസിക്കൽ ഡാൻസർ ഞാൻ പറയുകയാണെങ്കിൽ
ഞാനും കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ആസ്പെക്റ്റിൽ ഞാൻ പറയുവാണെങ്കിൽ ആ കുട്ടികൾ കളിച്ചത് മോശമായി എന്നല്ല, പക്ഷെ ഇങ്ങനെ ശാസ്ത്രീയ നൃത്തം ഇങ്ങനെയും അഭ്യസിക്കാതെ മര്യാദക്ക് പ്രാക്ടീസ് ഇല്ലാണ്ടാണ് പലരും ആ കൂട്ടത്തിൽ കളിച്ചതെന്നുള്ളത് നമുക്ക് സൂം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അവരുടെ മെയിൻലി നിൽക്കുന്ന ആൾക്കാർ ഓക്കെ, ബാക്കിയുള്ളവരെല്ലാവരും ആ ഒരു എണ്ണം തികക്കാനായിട്ട് കുട്ടികളെല്ലാവർക്കും കഴിവുണ്ടാകാം, പക്ഷെ നല്ല തറവ് പ്രാക്ടീസിൽ മാത്രം കയറുന്ന ഒരു ഐറ്റം ആയിരിക്കും. ഒരുപോലെയല്ല, ഒരുപാട് തെറ്റുകൾ നമുക്കത് സൂം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പല വീഡിയോസിലും ഒരുപാട് ഒരു വഴക്കവും തഴക്കവും വന്ന് കളിപ്പിക്കുന്നത് ഒരു ഇതായിരുന്നില്ല, എടുത്തു വെച്ചതുപോലെയൊക്കെ. ശരിക്കും ആ പ്രോഗ്രാമിൽ ഒന്ന് പങ്കെടുക്കാൻ വേണ്ടി മാത്രം പങ്കെടുത്തവരും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എണ്ണം തയ്ക്കാനായി ഇവർ കൊണ്ട് കയറ്റിയവരും ഒരു പെർഫെക്റ്റ് പ്രോഗ്രാം ജില്ല വിട്ട ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഒരുപാട് പേരുണ്ടായിരുന്നു. 12,000 എന്ന് പറയുമ്പോൾ നമുക്ക് RLV എന്നുള്ള സ്റ്റുഡൻസിന് അവരുൾപ്പെടെ ശങ്കരാചാര്യ അങ്ങനെ RLV-ക്കാര് ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. RLV എന്ന് പറഞ്ഞാൽ മറ്റേ രാമകൃഷ്ണന്റെ ആണോ? RLV രാമകൃഷ്ണന്റെ വന്നിട്ട് RLV കോളേജാണ്. ഞാൻ വിചാരിച്ചു മറ്റേ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ. പഠിച്ചത് RLV കോളേജിലാണ്. അങ്ങനെ RLV കോളേജ്, നമ്മുടെ കലാമണ്ഡലം, ശങ്കരാചാര്യ അങ്ങനത്തെ കുറച്ച് കോളേജസിലാണ് നമുക്ക് ആർട്സ് വരുന്നത്. പിന്നെ ഇവിടെ സെന്റ് ഫ്രാൻസിസിലുണ്ട് ആർട്സ് വരുന്നത്. അല്ല, ഒരു ക്ലാസിക്കൽ ഡാൻസർ എന്ന രീതിയിൽ ഐശ്വര്യക്ക് കുറെ കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കി തട്ടിപ്പാണെന്ന് തന്നെയാണ് തോന്നുന്നത്. തട്ടിപ്പെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു 7 പേരുടെ സെറ്റ് ആണെങ്കിൽ ആ 7 പേരും ഒരുപോലെ പഠിച്ചെടുക്കാൻ നമ്മൾ ഒരു മാസമെങ്കിലും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഒരുപാട് ആ കൂട്ടത്തിൽ കളിക്കുന്നവർ ദിവ്യാവുണ്ണി എന്തായാലും കളിക്കും. അപ്പൊ ദിവ്യാവുണ്ണി മാത്രം കളിച്ചാൽ മതിയോ? ബാക്കി 12,000 പേരും എങ്ങനെയെങ്കിലും കളിച്ചാൽ മതിയോ? ആ കൂട്ടത്തില് കളിക്കുന്ന ഒരുപാട് കലാകാരന്മാര് നല്ല എന്താ പറയാ, വരദാനം കിട്ടിയ പോലെ കലയെ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേര് കളിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അക്കൂട്ടത്തിലെ പലരും വെറുതെ ഒന്ന് തട്ടിമുട്ടി നടന്നത് എന്നുള്ളത് വളരെ സങ്കടത്തോടു കൂടി ഞാൻ പറയുകയാണ്. നല്ലൊരു ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പെന്ന് ആകെ കൂടി ഒന്നുകൂടെ പറയാമോ? എവിടെയൊക്കെ ഈ തട്ടിപ്പ് നടന്നുള്ളത് നമുക്ക് ചർച്ച ക്ലോസ് ചെയ്യാനാണ്. ഇങ്ങേയറ്റം ടിക്കറ്റ് ചാർജിന് പോലും ഇത് നടന്നിട്ടുണ്ട്. 129 രൂപയാണ് ടിക്കറ്റ് ചാർജ്. റിലവന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക എടുത്ത് പറയേണ്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഇത്ര രൂപ അടക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. എത്രയോ 1600 മറ്റേ ആദ്യം സാരിക്ക് വേണ്ടി അടക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ സാധനം അടക്കുമ്പോ അവരുടെ GST നമ്മുടെ എന്തോ ഒരു UPI ID ബാലൻസ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് GST അടയ്ക്കാതെയുള്ള തട്ടിപ്പാണെന്ന് അവിടെ കൊണ്ട് തന്നെ തെളിയുകയായിരുന്നു എന്നാണ് പരാതിക്കാരൻ പറയുന്നത്. GST-യിലും തിരിമറി നടന്നിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും സാമ്പത്തിക തിരിമറി വലിയ രീതിയിൽ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പൊ വരെയുള്ള അറിവില് മനസ്സിലാവുന്നത്. പിന്നെ ഇതിന്റെ ബാക്കി എന്തൊക്കെയാണ് എന്നുള്ളത്, കലാകാരന്മാരെ പറ്റിച്ചു എന്നുള്ളത് പറഞ്ഞ് അതൊരു ഗിന്നസ് ബുക്കിനെ പറ്റിച്ചു. ഇപ്പോ പിന്നെ വസ്ത്രം കൊടുത്ത അവര് പറയുന്നു അവരെ പറ്റിച്ചു എന്നല്ലേ, കല്യാൺ സിൽക്സിനെ പറ്റിച്ചെന്ന് അവര് പറയുന്നു. സിജോയി പറയുന്നു അയാള് ഇതിലെ ബ്രാൻഡ് അംബാസിഡർ മാത്രമായിരുന്നു, അയാൾ പ്രതിഫലം വാങ്ങിയോ ഇല്ലെന്ന് ഇനി ചോദ്യം ചെയ്യലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആകെ മൊത്തം ഒരു വൻ തട്ടിപ്പാണ് ഈ പ്രോഗ്രാം ആയിരുന്നത്. ആ തട്ടിപ്പ് ഈ പാവം MLA വീണതിലാണ് പൊളിഞ്ഞെങ്കിലും അറിഞ്ഞത്. ശരിക്കും പിന്നിൽ എവിടെയോ നിന്ന് ഏതായാലും വളരെ കഷ്ടമായി പോയി. വളരെ വൈബ്രൻ്റായ ഒരു നല്ല MLA ആണ്, ഒരു പാവം വീട്ടമ്മയാണ്. നമുക്ക് വളരെ സ്നേഹവും സഹതാപവും നമ്മളതിലൊക്കെ തന്നെ നമ്പർ ഒക്കെ ഉണ്ട്. നമ്മൾ വല്ല കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കുമ്പോൾ ഒരുപാട് രാഷ്ട്രീയം അറിയില്ല എങ്കിലും നമ്മളോട് സ്നേഹത്തോടെ 2 വാക്ക് പറയും. അതൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ മെരിറ്റ്. എന്തായാലും നിങ്ങൾ കൊണ്ട് തള്ളിയിട്ടു, അവരെ തള്ളിയിട്ടു. അതിൽ നമുക്ക് സ്റ്റേജ് കാണുമ്പോൾ തന്നെ വേറൊരു കാര്യം അറിയോ ഐശ്വര്യ, ഈ മറ്റേ ഇവിടുത്തെ കൊച്ചിന്റെ സ്റ്റേഡിയമാണ് അത് GCDA-യുടെ അല്ലേ? ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. അത് ആരുടെ? കൊച്ചിന്റെ GCDA അല്ലേ ഇത് അല്ലേ? അത് ചന്ദ്രൻപിള്ള ചെയർമാനായിട്ടുള്ള, എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് ആ ഫുൾ നെയിം അറിയാത്തതുകൊണ്ട്, അതായത് കൊച്ചിൻ കോർപ്പറേഷന്റെ കീഴിലുള്ള അവരുടേതാണ് ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത്. അയാൾ ഇരിക്കവെയാണ്, ചന്ദ്രൻപിള്ള ഇരിക്കവെയാണ്, മന്ത്രി സജി ചെറിയാൻ ഇരിക്കവെയാണ്. പിന്നെ ഈ പറയുന്ന രീതിയിൽ ആ സംഭവം ഹൈബീഡനും ഉണ്ടായിരുന്നു. അതെ, ഉമാ തോമസിനെ കൊണ്ടുപോകുമ്പോ ബാക്കിയുള്ളവര് കാഴ്ചക്കാരായപ്പോ ഹൈബി എങ്കിലും കൂടെ ആംബുലൻസിൽ കയറിയോ അല്ലെങ്കിൽ ഹൈബിക്ക് ചിലപ്പോ ഹൈബി ചെന്നിട്ടുണ്ട്. പക്ഷെ ഒരു മണിക്കൂറുകൾ വൈകി തന്നെയാണ് ചെന്നിരിക്കുന്നത്. അല്ലാണ്ട് ആ കൂട്ടത്തില് ഹൈബി പോയിട്ടില്ല. അത് കൃത്യമായ എവിഡൻസ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ശേഷം തന്നെയാണ് ഹൈബി. കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കീഴിലുള്ളതാണ് ഈ സ്റ്റേഡിയം ഒക്കെ. GCDA-യുടെ കീഴിലുള്ളതാണ് ഈ കലൂർ സ്റ്റേഡിയവും. ഈ കണ്ട അവിടെ ശരിക്കും നടന്നത്, ഒരാള് വീണു,
അവിടെ മാനുഷികത കാണിക്കാണ്ട് പോയതും ഉണ്ട് കുറേയൊക്കെ. ഇപ്പൊ മുരളീകുമാർ കൂടി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായി, വീണ് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണോ വീണ ഒരാൾ എടുക്കേണ്ടത്, കഴുത്തൊടിഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ല രക്ഷാപ്രവർത്തകർ കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തോട് ഞാൻ പറയട്ടെ, ഒരാൾ വീണ് കിടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എല്ലാവരും ഡോക്ടർമാരോ നഴ്സുമാരോ അങ്ങനെ മെഡിക്കൽ സയൻസ് അറിയാവുന്നവരൊന്നും അല്ല. പെട്ടെന്ന് ഇപ്പൊ ചേട്ടൻ ഇവിടെ തലകറങ്ങി അങ്ങ് വീഴാണ്, അല്ലെങ്കിൽ ചേട്ടൻ എന്തെങ്കിലും ഒരു ഷോക്ക് അടിക്കുകയാണ്, ചിലപ്പോൾ എടുത്തിട്ട് അടിക്കാൻ എന്ത് വെച്ച് അടിച്ച് ചേട്ടൻ അതിൽ ഇത് വൈദ്യുതി നമുക്ക് ആ സമയത്ത് പോകില്ല. ആ സമയത്ത് നമ്മൾക്ക് സാധാരണ ഒരു മനുഷ്യന്റെ ചിന്താഗതി വെച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ അടുത്ത് എത്തിക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതാണ് അവിടെ കൂടെ നിന്നവർ ചെയ്തിരിക്കുന്നത്. അവർ പിന്നെ കാലുടിയോ കഴുത്തിന് പ്രശ്നമുണ്ടോ നെഞ്ചിന് പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അവർക്ക് എടുക്കാതെ അവിടെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള സ്ട്രക്ചർ കൊണ്ടുവരട്ടെ എന്നും പറഞ്ഞ് നോക്കി. അല്ല, ഒരു അപകടം ഉണ്ടായാൽ വേണ്ട ഒരു സംവിധാനം പോലും, ഒരു ആംബുലൻസ് പോലും ഉണ്ടാവാണ്ടിരുന്നത് സംഘാടകരുടെ പ്രശ്നം. എടുത്തോണ്ട് പോകാൻ മനസ്സ് കാണിച്ച കുറച്ച് പേര് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് മാധ്യമപ്രവർത്തകരാണ് കൂട്ടത്തിൽ പോയത്. എനിക്ക് പരിചയമുള്ള ജീവൻ ടിവിയിലെ കാർത്തിക ചേച്ചി, അങ്ങനെ കുറച്ച് പേരാണ് ഉണ്ടായിരുന്നത്. ആ ആംബുലൻസിൽ കയറി പോയ ആളാണ് കാർത്തിക ചേച്ചി. അപ്പൊ അവരൊക്കെ അങ്ങനെ കൊണ്ടുപോകുമ്പോ അവരുടെയൊക്കെ വിചാരം എത്രയും പെട്ടെന്ന് അവർക്ക് ആ വയ്യാണ്ട് കിടക്കുന്ന ആളെ എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്കറിയില്ല. പക്ഷെ അവർക്കറിയാം ആ ഡോക്ടറെ അടുത്ത് എത്തിച്ചാല് അവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ളതാണ് അവർ ചെയ്തത്. അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ഇന്നലെയോട് കൂടിയിട്ട് കാർത്തിക ചേച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്നറിഞ്ഞത്, ഒരു 10 മിനിറ്റും കൂടി വൈകിയിരുന്നെങ്കിൽ MLA-യുടെ ജീവൻ കിട്ടില്ലായിരുന്നു എന്ന്. അപ്പോൾ ആ സമയത്ത് കഴുത്തും നോക്കി കയ്യും നോക്കി തുമ്മാരും കൂടി പറഞ്ഞതുപോലെ കൊല്ലാൻ നോക്കിയതല്ല അവര്. ഏതായാലും ഞാൻ പറയുന്നു, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് പരിതാപകരമാണ്. അങ്ങനെ പറയരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഏതായാലും നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു ഈ ഈവൻ്റ് എന്ന് പറയുന്ന ആകെ മൊത്തം ഒരു തട്ടിപ്പായിരുന്നു. ഒരു ഈവൻറ്റിൻ്റെ ഇത്തരത്തിലൊരു അപകടം നടന്നപ്പോൾ അതിനുള്ള ഒരു രക്ഷാ സംവിധാനം പോലും ഉണ്ടായിരുന്നില്ല. ഒരു ജനപ്രതിനിധിക്കാണ് അപകടം പറ്റിയത്. അതുകൊണ്ട് ഇത്രയും കള്ളങ്ങൾ പുറത്തു വന്നു. സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ സംഘാടകർ കാണിച്ച ഏറ്റവും വലിയ കള്ളങ്ങൾ. ഇതുപോലെ നിരവധി തട്ടിപ്പുകൾ, ഇതുപോലത്തെ ഈവൻറ്റുകൾ നിരുപാധികം നടക്കുന്നുണ്ട്. അതിലൊന്ന് പുറത്തു വന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഇത് തൽക്കാലം നമ്മൾ ഈ ചർച്ച അവസാനിക്കുന്നു. ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് തുടർന്നു ഇരിക്കാം.